1996 ആദ്യമായിട്ട് പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത്. പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കുന്ന സമയത്ത് തുടക്കത്തിൽ പത്മജ വേണുഗോപാൽ ഒരു മേഡം സ്റ്റൈലായിരുന്നു. പക്ഷേ ആ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പത്മജ വേണുഗോപാൽ മാറിയതിനു ശേഷം കുറച്ച് പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാര്യത്തിലേക്ക് വന്നിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഇവരെ അവഗണിക്കാൻ തുടങ്ങി. BJPയിൽ എത്തിയതിനു ശേഷം അവർ BJPയുടെ ഒരു നാഷണൽ കൗൺസിൽ മെമ്പറായിട്ട് ഇരിക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യവും തൃശ്ശൂർ സീറ്റ് പത്മജ വേണുഗോപാലിന് കിട്ടും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നമസ്കാരം. കേരളം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പത്മജ വേണുഗോപാലാണ്. കോൺഗ്രസ് പാളയം വിട്ട് ലീഡർ K കരുണാകരന്റെ മകൾ BJPയിലേക്ക് എത്തിയപ്പോൾ കേരള രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ അവർ തൃശ്ശൂരിൽ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. BJP A ക്ലാസ് മണ്ഡലമായിട്ട് കാണുന്ന തൃശ്ശൂരിലേക്ക് പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയം, കഴിഞ്ഞകാല രാഷ്ട്രീയം തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ടോ? 1996 ആദ്യമായിട്ട് പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത്. ശ്രീ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പ് എല്ലാ പത്രങ്ങളിലും എല്ലാ ദിവസവും വാർത്ത ചെയ്യും, നാളെ കോൺഗ്രസ് ചേരും, അതിനുശേഷം നാളെ ഇന്ന സ്ഥാനം വഹിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ വ്യാപകമായിരുന്നു. പക്ഷേ ഇതിനെല്ലാം മദ്യം കുറിച്ചുകൊണ്ടാണ് 1996 പത്മജ വേണുഗോപാൽ കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് എടുത്തത്. പക്ഷേ 2001 ഗവൺമെന്റ് AK ആന്റണിയുടെ ഗവൺമെന്റ് വന്ന സമയത്ത് പത്മജ വേണുഗോപാലിനെ KTDCയുടെ ചെയർപേഴ്സൺ ആക്കി കഴിഞ്ഞതിന് ശേഷം 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തോടു കൂടി ലോനപ്പൻ നമ്പാടൻ അവരെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് അന്ന് K മുരളീധരനും മത്സരിച്ചിരുന്നു. K മുരളീധരനും പരാജയപ്പെട്ടിരുന്നു. ശ്രീ K കരുണാകരൻ രാജ്യസഭയിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ടായി. അപ്പോൾ 3 പേര്, ഒരു കുടുംബത്തിലെ 3 ആളുകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 2004. അതോടുകൂടിയിട്ടാണ് 3 പേരും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കുന്ന സമയത്ത് തുടക്കത്തിൽ പത്മജ വേണുഗോപാൽ ഒരു മേഡം സ്റ്റൈലായിരുന്നു. മേഡം പത്മജ വേണുഗോപാലായിരുന്നു. അതിനുശേഷം പിന്നീട് അവരുടേതായിട്ടുള്ളൊരു ഗ്രൂപ്പ്, അതായത് ഇടയ്ക്ക് ശ്രീ K മുരളീധരനും ലീഡർ ശ്രീ K കരുണാകരനും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇനി എനിക്കിങ്ങനെ ഒരു അച്ഛനില്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. വളരെ കർക്കശമായിട്ട് തന്നെ ലീഡർ ശ്രീ K കരുണാകരനെ K മുരളീധരൻ വിമർശിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ലീഡറോടൊപ്പം നിന്ന് പത്മജ വേണുഗോപാൽ കേരളത്തിലെ I ഗ്രൂപ്പിൻ്റെ, അതായത് കരുണാകര പക്ഷത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് വരുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുതന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയും എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് പത്മജ വേണുഗോപാൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും വെറുപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് നേതൃത്വത്തിലിരിക്കുന്ന രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അന്ന് VD സതീശനൊന്നും പിക്ചറിലില്ല. എനിക്കൊന്ന് 2000 ആ സമയത്തൊക്കെ VD സതീശൻ ഏതാണ്ട് NSUവിൻ്റെ ദേശീയ സെക്രട്ടറി ഏതാണ്ടൊക്കെ ആയിരുന്നു. അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാക്സിമം നേതാക്കന്മാരെ വെറുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പത്മജ വേണുഗോപാലിനെയാണ് ആ സമയത്തൊക്കെ കണ്ടത്. അതിനുശേഷം പിന്നീട് ഈ പത്മജ വേണുഗോപാലിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വീട്ടിൽ രാവിലെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിട്ട് വന്നത് ആ നിയോജക മണ്ഡലത്തിൽ പോലും അറിയാത്ത ഒരാളായിരുന്നു. ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും തകർന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനകത്തൊക്കെ പത്മജ വേണുഗോപാലിന് കൃത്യമായൊരു പങ്കുണ്ട്. രാവിലെ പത്മജ വേണുഗോപാലിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭാരവാഹിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പത്മജ വേണുഗോപാൽ മാറിയതിനു ശേഷം കുറച്ച് പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാര്യത്തിലേക്ക് വന്നിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഇവരെ അവഗണിക്കാൻ തുടങ്ങി. കാരണം ഇവർ പണ്ട് കൊടുത്തിട്ടുള്ള പണി, അതായത് ശ്രീ ലീഡർ ശ്രീ K കരുണാകരൻ്റെ കൂടെ നിന്ന് കൊണ്ട് മറ്റു പല നേതാക്കന്മാർക്കും കൊടുത്തിട്ടുള്ള പണിയൊക്കെ അവർ തിരിച്ചു കൊടുത്തു തുടങ്ങി. അങ്ങനെയാണ് പത്മജ വേണുഗോപാൽ കോർണർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ തൃശ്ശൂർ അവർ മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂരുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, എനിക്കത് ജോസ് വള്ളൂരും TN പ്രതാപൻ്റെയൊക്കെ പേരാണ് പറഞ്ഞത്, അതായത് MV വിൻസെൻ്റ് അവരുടെയൊക്കെ പേരാണ് പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി വരുന്ന വണ്ടിയിൽ കയറണമെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആളാണ് പത്മജ വേണുഗോപാൽ. അതുകൂടാതെ പത്മജ വേണുഗോപാലിൻ്റെ കുറച്ച് നന്മകൾ കൂടി നമ്മൾ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ മുരളി മന്ദിരം, അതായത് ലീഡർ ശ്രീ K കരുണാകരൻ്റെ വീട്, ആ വീട്ടിൽ ചെന്ന് സ്ഥിരമായിട്ട് ഒരു ശമ്പളം പോലെ പൈസ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുന്ന ചില ആളുകളൊക്കെ കൈപ്പറ്റിയിരുന്നു.
കാരണം അവർ ആ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞുകൊണ്ട് പല യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ പല നേതാക്കന്മാരും അങ്ങനെ അവരുടെ ഒരു ഔദാര്യം കൈപ്പറ്റിയിട്ടുള്ളവരാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ചില സഹായങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നടക്കുന്ന എല്ലാവർക്കും വരുമാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇന്നാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും വരുമാനമൊക്കെ അയക്കുന്നത്. പക്ഷേ എന്നിട്ടും വരുമാനമില്ലാത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. കാരണം ഈ അടിയും കൊണ്ട് ചികിത്സയ്ക്ക് പോലും പൈസയില്ല, കേസിന് പോകാൻ പൈസയില്ല നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ പത്മജ വേണുഗോപാൽ സഹായിക്കുമായിരുന്നു എന്നുള്ളതൊരു സത്യം കൂടിയാണ്. അപ്പോൾ ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരത്തിലേക്ക് പത്മജ വേണുഗോപാൽ വളർന്ന സമയത്ത് അവർക്ക് അവഗണന നേരിടാണ്ടിരുന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിനകത്ത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന ഒരു നേതാവ് തന്നെയാണ്, ഒരു വനിതാ നേതാവ് തന്നെയായിരുന്നു പത്മജ വേണുഗോപാൽ. പക്ഷേ തുടർച്ചയായ അവഗണന, കാരണം പണ്ട് KTDC ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന സമയത്തും അതിനുശേഷം ശ്രീ K കരുണാകരൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സമയത്തുമൊക്കെ ഇവർ പലർക്കിട്ടും കൊടുത്ത പല പല പണികളും പലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പലരെ അവഗണിച്ചു വിട്ടിട്ടുണ്ട്, പലരുടെ അടുത്ത് ധിക്കാരം കാണിച്ചിട്ടുണ്ട്. അവരൊക്കെ നേതൃത്വത്തിലേക്ക് വന്ന സമയത്ത് ഇവരെ പരിപൂർണമായിട്ട് അവഗണിച്ച് കളയാതിരുന്നിരുന്നുവെങ്കിൽ ശ്രീ K കരുണാകരൻ്റെ മകൾ ഒരിക്കലും BJPയിലേക്ക് പോകത്തില്ലായിരുന്നു. അവർ ഇവിടെ തന്നെ നിന്നേനെ. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, അവർ BJPയിലെത്തിയതിനു ശേഷം അവർ BJPയുടെ ഒരു നാഷണൽ കൗൺസിൽ മെമ്പറായിട്ട് ഇരിക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യവും തൃശ്ശൂർ സീറ്റ് പത്മജ വേണുഗോപാലിന് കിട്ടും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? BJPയെ സംബന്ധിച്ച് BJP ചെയ്യുന്നത് എന്താണോ, ഓരോ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഓരോ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെ അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരും. ആ ഇലക്ഷനിൽ അവർ നിറഞ്ഞു നിൽക്കും. ആ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, ഓരോരുത്തരുടെ പേരെടുത്ത് പറയാം. അബ്ദുള്ള കുട്ടി, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അൽഫോൻസ് കണ്ണന്താനം, ഇവരുടെ അവസ്ഥ എന്താണ്? ജേക്കബ് തോമസ് IPS, ഇവരുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ എത്ര ആളുകളുടെ പേര് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പത്മജ വേണുഗോപാൽ നാളെ ഗവർണറാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞില്ലേ? ഒരു ഇടയ്ക്ക് ഞാൻ അറിഞ്ഞെന്താണെന്ന് വെച്ചാൽ ഗവർണറുടെ അപ്പോയിൻമെൻറ്റ് ഇറങ്ങിയതിന് ശേഷവും കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ, BJP നേതാക്കന്മാർ അവിടെ പോയിട്ട് അത് വെട്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് ഇനി BJPയുടെ ഒരു നാഷണൽ കൗൺസിൽ അംഗമായിരുന്നു കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാം എന്നതിനപ്പുറത്തേക്കുള്ളൊരു രാഷ്ട്രീയം ഭാവി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ K മുരളീധരൻ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥിയായിട്ടൊരു പക്ഷേ പത്മജയെ പ്ലേസ് ചെയ്തേക്കാം. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് ഇത് രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ സഹോദരനും സഹോദരിയും ഒന്നുമില്ലല്ലോ, ആശയങ്ങളല്ലേ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ പോയി മത്സരിച്ചേക്കാം. അത് മത്സരിക്കില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത്, പത്മജ വേണുഗോപാൽ ദൃശ്യമാധ്യമങ്ങളിൽ നിറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ ഒരു വില്ലത്തിയായിട്ടാണ്. അതിനുശേഷം പിന്നീട് അവർ നായികയായിട്ട് മാറി. ആ നായികയായിട്ട് മാറുന്ന സമയത്ത് അവരെത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഒരു റോങ് പ്ലേസ് ആയിപ്പോയി. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെ അവഗണിക്കാതിരുന്നുവെങ്കിൽ, ഇവരെ കുറച്ചൊക്കെ നല്ല മെച്യൂർഡ് പൊളിറ്റിക്സിലേക്ക് വന്ന സമയത്താണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെ അവഗണിച്ച് കളഞ്ഞത്. അങ്ങനെ അവഗണിക്കാതിരുന്നുവെങ്കിൽ ഇവരൊരിക്കലും കോൺഗ്രസിൽ പോകത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ പത്മജ വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ച് നോക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്തു പോകേണ്ട മറ്റൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുന്നതും. തികച്ചും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളും രാഷ്ട്രീയ യുദ്ധങ്ങളും ഒക്കെ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് BJPക്കെതിരെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇറക്കും. അങ്ങനെ വരുമ്പോൾ ഒരു വിമത മത്സരം ഉറപ്പായിട്ടും പാലക്കാടും തൃശ്ശൂരും വലിയ സാധ്യതയുണ്ട്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് പോയിട്ടുള്ള പത്മജ വേണുഗോപാൽ തൃശ്ശൂർ മത്സരിക്കാൻ എത്തുന്നുവെങ്കിൽ പാലക്കാട് BJPയിൽ നിന്ന് രാജിവെച്ച സന്ദീപ് വാര്യർ ഇപ്പുറത്ത് ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കാൻ ഇറങ്ങും. മാത്രമല്ല ശോഭാ സുരേന്ദ്രനെയും പത്മജ വേണുഗോപാലിനെയും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെ ടേക്ക് ഓവർ ചെയ്യുമോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കാണ്ട കാര്യം കൂടിയാണ്. ഒരിക്കലുമില്ല. കാരണം പത്മജ വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കേരളത്തിൽ ഇന്ന് ഉള്ള വനിതാ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ളൊരു നേതാവ് തന്നെയാണ്. അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. ശോഭാ സുരേന്ദ്രൻ എവിടെ നിൽക്കുന്നു, പത്മജ വേണുഗോപാൽ എവിടെ നിൽക്കുന്നു വെച്ചാൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരു ഗോഡ് ഫാദറും ഇല്ലാണ്ട് BJPക്കകത്ത് വളർന്നു വന്ന നേതാവാണ്. ഇത് സ്വന്തം അച്ഛൻ്റെ തണലിൽ വളർന്നു വന്ന ഒരു നേതാവാണ് പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് ഒരു കാരണവശാലും പത്മജ വേണുഗോപാലിനെയും ശോഭാ സുരേന്ദ്രനെയും തമ്മിലൊന്നും നമുക്ക് ടാലി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിന് ഒരുപാട് അന്തരമുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ എവിടെ മത്സരിച്ചായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് ഏറ്റവും സേഫ് സീറ്റ് പാലക്കാട് തന്നെയാണ്. പാലക്കാടല്ലാതെ ഇപ്പോൾ തൃശ്ശൂർ വന്ന് മത്സരിച്ചു വന്നിരിക്കുക. തൃശ്ശൂർ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരെ BJPക്കാർ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. സന്ദീപിനെ തോൽപ്പിക്കുക എന്നുള്ള അവരുടെ അജണ്ടയാണ്, ചലഞ്ചാണത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം
പാലക്കാടാണ്. പക്ഷെ പാലക്കാട് സന്ദീപ് വാര്യർ പോയി മത്സരിച്ചാലും അവിടെ പ്രശ്നമുണ്ടാവും. കാരണം രാഹുൽ അനുകൂലികൾ സന്ദീപ് വാര്യർക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. അവിടെ ഒരു രാഹുൽ ഫാക്ടർ ഉണ്ട്, ഇല്ലായൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയം ഏകദേശം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ്. ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവരെ സംബന്ധിച്ചിട്ട് ഏറെ ദുഷ്കരമായിരിക്കും. ഒരുപക്ഷെ അവർ BJPക്കകത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഒക്കെ സാധ്യതയില്ല. പിന്നെ ഒരു തിരിച്ച് കോൺഗ്രസിലേക്ക് ഒരു മടക്കം അത് സംഭവിക്കാനും സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനം.